പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർമ്മാതാവ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ചാണ് സാന്ദ്ര തോമസ് പത്രിക നൽകാനെത്തിയത്. തനിക്ക് മാറ്റം കൊണ്ടുവരാനാകുമെന്നും പാനലായി മത്സരിക്കുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ 4 പേരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂര്യശ്രീ കൊച്ചിയിൽ ചേർന്നു. സൂര്യശ്രീ, നേരത്തെ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നടക്കമുള്ള പരാതികൾ ഭാരവാഹികൾക്കെതിരെ നൽകിയിട്ടുണ്ട്. ഒടുക്കം പ്രതിഷേധ സൂചകമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. എത്തിയതും പ്രതിഷേധം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ വിവരങ്ങൾ. സുഹൈൽ, സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന സാന്ദ്ര തോമസ് നിർമ്മാതാക്കൾക്കെതിരായ സാന്ദ്ര തോമസിന്റെ കേസിൽ നിയമ നടപടികൾ നിലനിൽക്കെ തന്നെയാണ് സംഘടനാ തലപ്പത്തേക്ക് ഇത്തരത്തിൽ സാന്ദ്ര തോമസ് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര തോമസ് മത്സരിക്കുന്നത്. പ്രതിഷേധ സൂചകമായി പർദ്ദയണിഞ്ഞാണ് ഇന്ന് ഇത്തരത്തിൽ പത്രിക സമർപ്പിക്കാൻ ഇന്ന് സംഘടനാ ഓഫീസിൽ തന്നെ സാന്ദ്ര തോമസ് എത്തിയിരിക്കുന്നത്. ലൈംഗിക അധിക്ഷേപ കേസിൽ പ്രതികളായിരിക്കുന്നവരുടെ അടുത്തെത്തുമ്പോഴത്തേക്കും ഇത്തരത്തിൽ മാത്രമേ തനിക്ക് പർദ്ദയണിഞ്ഞ് എത്തുന്നത് തന്റെ പ്രതിഷേധ സൂചകമായാണെന്നാണ് സാന്ദ്ര തോമസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആരോപണ വിധേയരൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ സംഘടനാ തലപ്പത്തിരിക്കുന്നത്. ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യം. അതിനായാണ് താൻ മത്സരിക്കുന്നത് എന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത്. സംഘടന ഒരു കുത്തകയുടെ മാത്രം ആയി മാറിയിരിക്കുകയാണ്. ഇതിൽ താരങ്ങൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നവരാണ് ഏറെയും. ഇതിനൊരു മാറ്റം വരേണ്ടതെന്നാണ് സാന്ദ്ര തോമസ് അറിയിച്ചിരിക്കുന്നത്. പവർ ഗ്രൂപ്പ് നിർമ്മാതാക്കൾക്കിടയിലും ഉണ്ടെന്ന് തന്നെയാണ് സാന്ദ്ര തോമസ് പറയുന്നത്. ഇതിനെതിരെയാണ്, ഈ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നത്. ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപ കേസിൽ പ്രതികളായിരിക്കുന്നവർക്ക് മുന്നിൽ പ്രതിഷേധ സൂചകമായാണ് താൻ പർദ്ദയണിഞ്ഞ് ഇവർ ഇനിയും ഭരണതലത്തിൽ തുടരുകയാണെങ്കിൽ ഇങ്ങനെ പ്രതിഷേധ സൂചകമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. മത്സരിക്കുന്നു സാന്ദ്ര തോമസ്.